ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഹാർട്ട്. ഇനി നമ്മൾ വന്നിട്ടുള്ളത് 5 ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് ഐഡിയാസുമായിട്ടാണ്. ഫസ്റ്റ് നമ്മളിതിനകത്ത് സ്കെയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു കട്ടിയുള്ള കാർഡ്ബോർഡിൽ നമുക്ക് സ്കെയിലിൻ്റെ എല്ലാ അളവൊക്കെ എടുത്തൊന്ന് വരച്ച് കൊടുക്കാം. കുറച്ച് ക്യൂട്ടാക്കാനായിട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ സ്കെയിലിൻ്റെ മോഡലൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സും വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോഴും മൈ മെലഡീനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു കട്ടിയുള്ള കാർഡ്ബോർഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ സ്കെച്ച് വെച്ച് വരച്ച പിക്ചേഴ്സൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗത്തേക്ക് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പെൻസിൽ കളർ വെച്ചാണ് കളർ ചെയ്യുന്നത്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സ്കെയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു മെമ്മോ പാഡ് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ സ്ക്വയർ ആക്കിയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് ഒരു ബുക്കിൻ്റെ ഷേപ്പ് ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പേപ്പേഴ്സൊക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഡിസൈൻസൊക്കെ വരച്ചു കൊടുക്കാം. ഇതുപോലൊരു ബോർഡർ എടുത്ത് അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ കളർ. ഇനി നമ്മൾ ഓരോ സ്ഥലത്തും കുറച്ച് ചെറീസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ ക്യൂട്ടായിട്ടുള്ളൊരു പിക്ചർ വരച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ വരച്ച പിക്ചറിലൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന പോലെ കുറച്ച് വരകളൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പേജിലും വരച്ചെടുക്കാം. ഫൈനലി ഞാൻ എല്ലാ പേജിലും ഇതുപോലെ ഇരുന്ന് വരച്ചെടുത്തു. അപ്പോൾ നമ്മുടെ സ്റ്റിക്കി നോട്ട് അല്ലെങ്കിൽ മെമ്മോ പാഡ് റെഡിയായി കേട്ടോ. ഇനി നമ്മുടെ മൂന്നാമത്തെ ഐറ്റമാണ് ബാക്ക് ടു സ്കൂൾ സ്റ്റിക്കേഴ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് ബാക്ക് ടു സ്കൂൾ സ്റ്റിക്കേഴ്സ് വരച്ചെടുത്താലോ. കാൽക്കുലേറ്റർ, പെയിൻറ്റ് ബ്രഷ്, കയ്യിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഓരോന്ന് വരച്ച് നമുക്ക് ഇതിനെല്ലാം ഐശ്വര്യമായിട്ട് കളർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുഴുവനായിട്ടൊന്ന് കളർ ചെയ്തെടുത്തിട്ട് കാണാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ സ്റ്റിക്കേഴ്സ്. ഇനി നമുക്ക് എല്ലായിടത്തും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന മൂണിൻ്റെ സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കിയാലോ. ഫസ്റ്റ് നമുക്ക് പേപ്പറിൽ റൗണ്ടാക്കി ഒന്ന് വരച്ചെടുക്കാം. നെക്സ്റ്റ് ആയിട്ട് പെയിൻറ്റ് പാലറ്റ് എടുത്ത് നമുക്ക് വേണ്ട സ്കെച്ച് കളർ എല്ലാം നമുക്ക് അതിനകത്തോട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു കളർ വാട്ടർ എല്ലാ റൗണ്ട്സിലും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. എന്നെക്കൊണ്ടാവുന്ന വിധത്തിലൊക്കെ വെള്ളം സ്പ്രെഡ് ചെയ്തെടുത്ത് ഇനി ഇതൊക്കെ ഒന്ന് ഉണങ്ങി വരണം. ഇതെല്ലാം ഉണങ്ങിയതിന് വെച്ച് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് കൂട്ടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പശ തേച്ച് അത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാനുള്ള മടി കാരണം സ്റ്റാപ്ലർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മൂന്നിൻ്റെ സ്റ്റിക്കി നോട്ട് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു ടൈം ടേബിൾ കാർഡാണ്. ഇതുണ്ടാക്കാൻ മിക്കവർക്കും അറിയാം, എന്നാലും ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. വരച്ചെടുക്കണം, ഇതുപോലെയൊക്കെ ഒന്ന് വരച്ചെടുക്കണം. പിന്നെ അതൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി. നിങ്ങൾ ചെയ്യുമ്പം കുറച്ചും കൂടി അടിപൊളിയായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 5 ബാക്ക് ടു സ്കൂൾ സപ്ലൈസ് കേട്ടോ.